പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ അഭ്യുദയകാംക്ഷികളെ, മാതാപിതാക്കളെ, സുഹൃത്തുക്കളെ, ദൈവമായ കർത്താവ് മോശയിലൂടെ നമുക്ക് കൽപ്പനകൾ നൽകി. ഒന്ന്, നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടായിരിക്കരുത്. 2, ദൈവത്തിൻ്റെ തിരുനാമം നീ വൃഥ പ്രയോഗിക്കരുത്. 3, കർത്താവിൻ്റെ ദിവസം നീ പരിശുദ്ധമായി ആചരിക്കണം. ഇങ്ങനെ ദൈവമായിട്ടുള്ള ബന്ധത്തിൻ്റെ 3 കൽപ്പനകൾ നൽകിയതിനു ശേഷം തുടർന്ന് ദൈവം നൽകുന്ന അതിപ്രധാനമായിട്ടുള്ള കൽപ്പനയാണ് 4-ാമത്തേത്, മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം. മാതാപിതാക്കന്മാർക്ക് ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയിരിക്കുന്ന പ്രാധാന്യം അത്രയ്ക്ക് വലുതാണ്. അതുകൊണ്ടാണ് പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 12-ാം വാക്യത്തിൽ ദൈവം ഇങ്ങനെ അരുൾ ചെയ്തത്: നിന്റെ ദൈവമായ കർത്താവ് തരുന്ന ദേശത്ത് നീ ദീർഘകാലം ജീവിക്കേണ്ടതിന് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊളോസ്യോസുകാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 20-ാം വാക്യം ഇപ്രകാരമാണ്: മക്കളെ, എല്ലാ കാര്യങ്ങളിലും മാതാപിതാക്കന്മാരെ അനുസരിക്കുക, കർത്താവിനിത് പ്രീതികരമത്രേ. പ്രഭാഷകന്റെ പുസ്തകം 7-ാം അധ്യായം 27-28 വാക്യങ്ങൾ ഇപ്രകാരമാണ്: പൂർണ്ണ ഹൃദയത്തോടെ പിതാവിനെ ബഹുമാനിക്കുക, നൊന്തുപെറ്റ മാതാവിനെ നിന്ദിക്കരുത്. മാതാപിതാക്കന്മാരാണ് നിനക്ക് ജന്മം നൽകിയതെന്ന് ഓർക്കുക. അതിന് നിനക്ക് അവർക്ക് എന്ത് പ്രതിഫലം നൽകാൻ കഴിയും? സുഭാഷിതങ്ങൾ 1:8 മക്കളായ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയുള്ളതാണ്. മകനെ, പിതാവിൻ്റെ പ്രബോധനം ചെവിക്കൊള്ളുക, മാതാവിൻ്റെ ഉപദേശം നിരസിക്കരുത്. വീണ്ടും സുഭാഷിതങ്ങൾ 6-ാം അധ്യായം 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ ഇപ്രകാരമാണ്: മകനെ, പിതാവിൻ്റെ കൽപ്പനകൾ കാത്തുകൊള്ളുക, മാതാവിൻ്റെ ഉപദേശം നിരസിക്കരുത്. അവയെ നിന്റെ ഹൃദയത്തിൽ ഉറപ്പിച്ചുകൊള്ളുക, അവ നിന്റെ കഴുത്തിൽ ധരിക്കുക. നടക്കുമ്പോൾ അവ നിന്നെ നയിക്കും, കിടക്കുമ്പോൾ അവ നിന്നെ കാത്തുകൊള്ളും, ഉണരുമ്പോൾ അവ നിന്നെ ഉപദേശിക്കും. വീണ്ടും സുഭാഷിതങ്ങൾ 23-ാം അധ്യായം 22-ാം വാക്യം: നിനക്ക് ജന്മം നൽകിയ പിതാവിനെ ബഹുമാനിക്കുക, വൃദ്ധയായ മാതാവിനെ നിന്ദിക്കരുത്. നമ്മുടെ ആരുടെയെങ്കിലും ജീവിതത്തിൽ മാതാപിതാക്കൾക്ക് അർഹമായിട്ടുള്ള സ്ഥാനം കൊടുക്കുന്നതിൽ എന്തെങ്കിലും തടസ്സങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആത്മാർത്ഥമായിട്ട് മനസ്തപിക്കാം. മാതാപിതാക്കൾക്ക് ദൈവം നമ്മളുടെ ജീവിതത്തിൽ നൽകാൻ ആഗ്രഹിക്കുന്ന ആ വലിയ സ്ഥാനം നമ്മുടെ ജീവിതത്തിൽ എന്നും കൊടുക്കുവാനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.